നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ പോലീസ് സേനയിൽ നല്ല മിടുക്കന്മാരായ പോലീസ് ഓഫീസർമാരുണ്ട്. എന്നാൽ ആ പോലീസ് സേനയിലും ചില പുഴുക്കുത്തുകളുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പലപ്പോഴും അതിന് കാരണമാകുന്നത് രാഷ്ട്രീയ ഇടപെടലുകളും ഏതെങ്കിലും തരത്തിലുള്ള പണാധിപത്യവും അതിൻ്റെ ഇടപെടലുകളും ഒക്കെ തന്നെയാണ്. കേരളത്തിലെ പോലീസ് സേനയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചർച്ചാ വിഷയമാകുന്ന ഒരു പോലീസ് ഓഫീസറാണ് ADGP ആയ S. ശ്രീജിത്ത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ വളരെ ദുരൂഹമായ പല കാര്യങ്ങളും S. ശ്രീജിത്തിലൂടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. S. ശ്രീജിത്തിനെ ശബരിമലയിലെ പ്രശ്നം കഴിഞ്ഞ ശേഷം നമ്മൾ ശ്രദ്ധിക്കുന്നത് പാലത്തായി കേസുമായി ബന്ധപ്പെട്ടാണ്. പാലത്തായി കേസിൽ ഏതോ ഒരാൾ അന്വേഷണ സംഘത്തലവനായിരുന്ന ശ്രീജിത്ത് ആ സമയത്ത് ആരോ ഒരാൾ വിളിക്കുമ്പോൾ വളരെ കൃത്യമായ കേസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ആ കേസിലെ എല്ലാ ലൂപ്പ് ഹോളുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതിനനുസരിച്ച് ഒരു വിഭാഗം ആൾക്കാർ രംഗത്തിറങ്ങുകയും മറ്റൊരു അന്വേഷണ സംഘത്തിന് മറ്റൊരാളെ കൊണ്ടുവരികയും അന്വേഷിക്കാനായി കൊണ്ടുവരികയും അതോടുകൂടി കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയുകയും ആ കേസിന്റെ തന്നെ ഗതി മാറ്റുകയും കേസിൽ പലവിധ ഇടപെടലുകൾ ആ പോലീസ് ഓഫീസർ നടത്തി പിന്നീട് അയാൾ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആ കേസ് അന്വേഷിച്ചിരുന്ന പലരും ഈ കേസിനെ കുറിച്ച് വളരെ കൃത്യമായ ഇതിൽ തെളിവുകളൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത്രയും ഫാബ്രിക്കേറ്റഡ് ആയ ഒരു കേസ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയോ എന്ന സംശയം കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ട്. ശ്രീജിത്ത് പറഞ്ഞ പല കാര്യങ്ങളും ആദ്യത്തെ ആ കേസ് അന്വേഷണത്തിന്റെ വഴിയിൽ തെളിഞ്ഞു വന്ന പല കാര്യങ്ങളും പിന്നീട് അതിനനുസൃതമായി, അതായത് അവിടെ കുറ്റി ഉണ്ടായിരുന്നു, ബാത്റൂമിന് കുറ്റിയില്ലായിരുന്നു എന്നുള്ളത് കുറ്റിയുള്ള ബാത്റൂം ഉണ്ടാക്കി മറ്റൊരു ബാത്റൂമിലേക്ക് മാറ്റി, അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ ഓരോ ഘട്ടത്തിലും വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ 8 വർഷമായി നടക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് കേരളീയ പൊതുസമൂഹം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ്. നടിയെ ആക്രമിച്ച കേസിന്റെ ആദ്യഘട്ടത്തിലൊന്നും ഈ പറയപ്പെടുന്ന പോലീസ് ഓഫീസർ ഇല്ല. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് ഈ കേസ് എത്തുമ്പോൾ ഈ പോലീസ് ഓഫീസർ പുതിയതായി അവതരിക്കുകയാണ്. അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദിലീപിന്റെ ഒപ്പം നിന്നിരുന്ന ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ബാലചന്ദ്രകുമാർ ഒരു കുശിനിക്കാരനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതോ ഒരു സിനിമ ഡയറക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ എന്നോ 2 ദിവസം ഓടി ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഏതായാലും ബാലചന്ദ്രകുമാർ ദിലീപിന്റെ ഒപ്പം നടന്ന ശേഷം പിന്നീട് ദിലീപുമായി തെറ്റുമ്പോൾ, സിനിമ സംബന്ധമായ വിഷയങ്ങളിൽ തെറ്റുമ്പോൾ ദിലീപിനെതിരാവും. അപ്പോൾ ബാലചന്ദ്രകുമാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു S. ശ്രീജിത്തിന്റെ സഹോദരി, ഒരു ജഡ്ജി എന്നാണ് പറയപ്പെടുന്നത്. ബാലചന്ദ്രകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോടതിയിലും അത് സംബന്ധിച്ച് ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ട്, അവരുമായി സംഭാഷണം നടത്തിയതുമൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ബാലചന്ദ്രകുമാർ ഉന്നയിക്കുന്ന ആരോപണം ബൈജു പൗലോസിനെയും അന്വേഷണത്തിന്റെ സംഘത്തലവനെയും കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനൊരു ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ അത്തരം ഒരു ശ്രമം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിന്റെ മുകളിൽ ഒരു കേസ് വരികയാണ്. ആ കേസ് ഏതായാലും ഒരു കേസിൽ പെട്ടുപോയ ഒരാൾ വീണ്ടും കേസിലേക്ക് പോകണമെങ്കിൽ അയാൾ ജന്മലാ ക്രിമിനൽ ആയിരിക്കണം. ഒരു കേസിൽ നിന്ന് അയാൾ കയ്യും കാലും ഇട്ടടിച്ച് ആ കേസിൽ പെട്ടുപോയതിന്റെ വിഷമത്തിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു കേസിലേക്ക് പോകും, മറ്റൊരാളെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അയാൾ ഒരു ബോൺ ക്രിമിനൽ അല്ല എന്ന് നമുക്ക് ഇവർക്കും അറിയാം. ഇന്ന് വരെ ഒരു പെറ്റി കേസിൽ പോലും അടുത്ത കാലത്താണ് ഈ ഒരു കേസില്ലാതെ അയാളുടെ പേരിൽ മറ്റു കേസുകളൊന്നും നിലവിലില്ല. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്ന ചില സിനിമയിലെ അവസരം നഷ്ടപ്പെടുത്തി അതൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നേ. പത്രപ്രവർത്തന രംഗത്തില്ലേ, പത്രപ്രവർത്തന രംഗത്ത് അവർക്ക് ഇഷ്ടമുള്ള, അതായത് സീനിയർ എഡിറ്റർമാർക്കും അവർക്കും ഇഷ്ടമുള്ളവരെ മാത്രമേ അവർ വളർത്തുകയുള്ളൂ, അല്ലാത്തവരെ വളർത്തുകയില്ല. അവരെ എങ്ങനെയെങ്കിലും അടിച്ച് താഴെ ഇടുകയും എങ്ങനെയെങ്കിലും പുറത്തു കളയുകയും വാർത്ത വായിപ്പിക്കാതിരിക്കുക, അവരെ റിപ്പോർട്ട് ചെയ്യിപ്പിക്കുക, ഡെസ്കിലേക്ക് ഒതുക്കുക, അവസാനം ഒന്നും പറ്റിയില്ല PCR ഫോൺ ചെയ്യാനിട്ട്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം. അതേ ദിലീപും ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമാ രംഗത്ത് പലരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാനൽ ഫ്ലോറിലൊക്കെ പോയിരുന്ന് ഭാഗ്യലക്ഷ്മിയൊക്കെ പറഞ്ഞ് അവരുടെ അവസരം നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ, നടിമാരൊക്കെ പറയുമ്പോൾ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും പുച്ഛം തോന്നാറുണ്ട്. പല സ്ഥാപനങ്ങളിലും ഇവർ ഇത്തരത്തിലുള്ള പലരുമുണ്ട്, അവരൊക്കെ ഇരുന്നിട്ടാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാൾ നേരത്തെ ഒന്നും അത്ര ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളോ ഒന്നുമല്ല, ഒരു പെറ്റി കേസിൽ പോലും പ്രതിയായിട്ടുള്ള ഒരാളല്ല. പിന്നെ അയാൾ വീണ്ടും കൃത്യം ചെയ്യുമെന്ന് ചിന്തിക്കാനും കഴിയില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ആ കേസിൽ ഞാൻ അന്വേഷിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജിത്തിന്റെ ഇടപെടൽ പിന്നെ തിരക്കഥ മാറുന്നു. അപ്പോൾ ഈ ശ്രീജിത്ത് ഇത്തരം സ്ഥലങ്ങളിൽ ഇടപെടുന്നതിന്റെ കാരണം എന്താണ്? അടുത്ത കാലത്തെ ശ്രീജിത്ത് പലരോടും പറഞ്ഞു നടക്കുന്നുണ്ട്, തട്ടുകേടില്ലാതെ ഇറങ്ങിപ്പോകണം എങ്ങനെയെങ്കിലും സർവീസിൽ നിന്ന് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ പോയാൽ തട്ടുകേടോടുകൂടി തന്നെ പോവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ ഒരു അന്വേഷണം, ഒരു CBI അന്വേഷണമൊക്കെ ദിലീപിന്റെ കേസിൽ വരേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ചിലരുടെ ഇതിനകത്തെ ഇൻവോൾവ്മെന്റ്, അതായത് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നവരുടെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ, ഒന്ന് ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ, അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. പല പ്രശ്നങ്ങളിലും ആരോപണ വിധേയ ആളാണ് ന്യൂസ് മിനിറ്റിന്റെ എഡിറ്റർ.
അവരാണ് പൾസർ സുനിയെ ഏതാണ്ട് 13 മാസമായി ഇന്റർവ്യൂ ചെയ്യുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 13 മാസമായിട്ട് പൾസർ സുനിയോട് നിരന്തരം സംസാരിച്ച് പൾസർ സുനി എവിടെയാണെന്ന് അറിയുന്ന ഒരാളായിരുന്നു അവരെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. അതിനുശേഷം ഇവിടെ ഇടപെട്ടിട്ടുള്ളത് റിമ കല്ലിങ്കൽ അടക്കമുള്ളവർ, മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമായുള്ളവർ, എപ്പോഴും മറ്റൊരു രീതിയിൽ മറ്റൊരാളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന പൃഥ്വിരാജിനെ പോലുള്ളവർ, അതുപോലെ തന്നെ പല പല രീതിയിലും ആരോപണ വിധേയരായിട്ടുള്ളവരാണ് ഈ കേസിൽ നിൽക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൽ നിന്ന് ഈ ശ്രീജിത്തിന്റെ വരവും പാലത്തായി കേസിൽ ശ്രീജിത്ത് നടത്തിയ ഇടപെടലുകളും ഒക്കെ അന്വേഷിക്കുമ്പോൾ ശബരിമല തൊട്ട് ഇങ്ങോട്ട് ശ്രീജിത്തിലുണ്ടായിട്ടുള്ള നയവ്യതിയാനങ്ങൾ, ഒരു പോലീസ് ഓഫീസർ എന്ന രീതിയിൽ ശ്രീജിത്ത് നടത്തുന്ന ചില ഇടപെടലുകൾ, ആ ഇടപെടലുകൾ സത്യത്തിൽ സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ്. കോടതി പോലും ശ്രീജിത്തിന്റെ ഈ കേസിലെ ഇടപെടലിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, പലരും കോടതിയാണ് കുറ്റപ്പെടുത്തുന്നത്. കോടതിയല്ല നേരിട്ട് കേസ് അന്വേഷിക്കുന്നത്. കേസ് അന്വേഷണം കോടതിയുടെ ഭാഗമല്ല. ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും കേസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അന്വേഷണ സംഘത്തിന്റെ പിഴവാണ്. ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അന്വേഷണ സംഘാംഗങ്ങളുടെ അമിത താല്പര്യം മൂലം യഥാർത്ഥത്തിലുള്ള പ്രതി ഇവിടെ വരാതിരുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ഇതിന്റെ ഗൂഢാലോചനയിൽപ്പെട്ടത് എന്ന് വരാതിരുന്നു എന്നാണ് ഇപ്പോഴും പൊതുസമൂഹം വിശ്വസിക്കുന്നത്. കാരണം ഈ കേസ് മൊത്തം മനസ്സിലാക്കുമ്പോൾ ജഡ്ജിയും അത് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ജഡ്ജ്മെന്റ് പുറത്തു വന്നു കഴിഞ്ഞാണ് ഇതിനെക്കുറിച്ച് കുറേയെങ്കിലും ആൾക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങിയത്. അതുവരെ ഒരു കൊട്ട തെളിവുകൾ ഇവിടുത്തെ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഒക്കെ ചേർന്ന് അവിടെ കൊണ്ട് മറിച്ചിട്ടിരിക്കുകയാണ് എന്നാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ അഭിഭാഷക പറയുന്നത് കേട്ടു, പൾസർ സുനിയുടെ ക്രെഡിബിലിറ്റി തെളിയാൻ ഒറ്റ വാക്കുമതി ദിലീപിന് എഴുതിയ കത്തിൽ പൾസർ സുനി പറഞ്ഞിട്ടുണ്ടെന്ന്. അതെ, ഈ നിങ്ങളുടെ പണം എനിക്ക് വേണ്ടടോ എന്ന്. ആ വേണ്ടടോ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ അയാളുടെ ക്രെഡിബിലിറ്റി തെളിയുമെന്നാണ് ഏതായാലും മിനി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മിനിയോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ പറയുന്നത് 20 വർഷം കഴിഞ്ഞ് ഈ പൾസർ സുനി പുറത്തു വന്നാൽ പൾസർ സുനി വലിയ പ്രശ്നം ഉണ്ടാക്കില്ലേ, ഇനിയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നാണ്. അപ്പോൾ മിനിയുടെ ക്രെഡിബിലിറ്റിയും മറ്റുള്ളവരുടെ വിശ്വാസവും തമ്മിലുള്ള അന്തരം നോക്കൂ. അപ്പോൾ മിനിക്ക് ക്രെഡിബിളായ ആളാണ് പൾസർ സുനി എന്നാണ് മിനി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ജഡ്ജിക്കും കേൾക്കുന്നവർക്കും പൾസർ സുനി അത്ര ക്രെഡിബിൾ അല്ല. കാരണം പല ആൾക്കാർക്കും നേരത്തെയും ഇത്തരം പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് പൾസർ സുനി. 16 വയസ്സ് മുതൽ പൾസർ ബൈക്ക് മോഷ്ടിച്ച് പണം വെളുപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ വരുന്നൊരു കാര്യം ഒരാളാണ്. സത്യത്തിൽ പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മാർട്ടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലാലിനെയും ഒക്കെ ചേർത്ത് പറയുമ്പോൾ ഈ പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ ദുരൂഹമായി ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ അതിന് യഥാർത്ഥ കാരണം അന്വേഷണ സംഘമാണ്. ദിലീപിനെ ഇല്ലാതാക്കാൻ വേണ്ടി ദിലീപിനെ പ്രതി ചേർത്ത് ദിലീപ് എന്ന ഫോക്കസിൽ കൂടി മാത്രം പോയതുകൊണ്ടാണ് ഒരുപക്ഷെ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി അതിൽ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇവർക്ക് നീതി ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ ദിലീപിനെ ശിക്ഷിച്ചതുകൊണ്ട് തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിച്ചാൽ ഒരുപക്ഷെ നടിക്ക് നീതി ലഭിക്കുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതുവരെയുള്ള കാര്യം വെച്ചിട്ട് ദിലീപിനെ കുറ്റക്കാരാണെന്ന് തെളിയിക്കാനുള്ള ഒരു കാരണവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എല്ലാവരും പറയുന്നത് ഈ 90 ദിവസം ജയിലിൽ കടന്നത് വെറുതെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ അഭിഭാഷകർക്കൊക്കെ അറിയാത്തതല്ല. ഇത്തരം വലിയൊരു കേസിൽ പെട്ടുപോയാൽ തീർച്ചയായും കോടതിയിലെത്തുമ്പോൾ അന്വേഷണ സംഘങ്ങൾ ഇയാൾ ഇൻഫ്ലുവൻഷ്യലാണ്, ഇയാൾ പുറത്തുപോയാൽ തെളിവ് നശിപ്പിക്കും, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷണത്തിന്റെ പാതയിലാണെന്ന് പറഞ്ഞാൽ ഒരു കോടതിക്കും അത് കോടതിയുടെ പ്രൊസീജിയറാണെന്നേ. ഈ കോടതിയുടെ എല്ലാ പ്രൊസീജിയറുകളും നോക്കുമ്പോൾ അത്തരം ഒരു പ്രൊസീജിയറാണ്. 3 മാസത്തേക്ക് കുറ്റപത്രം സമർപ്പിക്കും വരെ അയാൾക്ക് ജാമ്യം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അയാൾ ജയിലിൽ കിടന്നത്. അല്ലാതെ അയാൾ ജയിലിൽ കിടന്നതുകൊണ്ട് അയാൾ പ്രതിയാണ് എന്ന ഒരു അർത്ഥം അതിനില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലെ ശ്രീജിത്തിന്റെ ഇടപെടൽ, സന്ധ്യയുടെ ഇടപെടൽ ഒക്കെ ദുരൂഹമാണ്. സന്ധ്യയെ അന്വേഷണ സംഘത്തലവയാക്കി മാറ്റിയെങ്കിൽ പോലും അതിലെ ചില കാര്യങ്ങൾ പൊരുത്തപ്പെടാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതുമാത്രമല്ല, ഈ പലപ്പോഴും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥ വന്ന് ആദ്യം തന്നെ പറയാണ് ഞങ്ങൾ അപ്പീലിന് പോകുന്നു. അപ്പോൾ പേടിയുണ്ട്, താൻ ചെയ്തതിൽ അത്ര കാര്യമില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഈ അന്വേഷണ സംഘങ്ങൾ കൃത്യമായ ഒരു കേസ് അന്വേഷിക്കുകയും പ്രോസിക്യൂഷൻ അത് കൃത്യമായി കോടതിയിൽ വാദിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ കേസിൽ വിജയിക്കും. ഇവിടെ അന്വേഷണ സംഘങ്ങൾ കൃത്യമായി അന്വേഷിച്ചിട്ടില്ല. കോടതി ചോദിച്ച പല കാര്യങ്ങൾക്കും ഉത്തരമില്ല. പല കാര്യങ്ങളിലേക്കും അന്വേഷണം പോയിട്ടില്ല. സ്വാഭാവികമായ ഒരു സാധാരണ പൗരന് ഉണ്ടാകുന്ന സംശയങ്ങൾ പോലും ദൂരീകരിക്കാൻ പോലീസ് ശ്രമിച്ചില്ല എന്ന് പറയുന്നിടത്താണ് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയം ജനങ്ങൾക്കും ഉണ്ടാകുന്നത്.